നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കരിവെള്ളൂരിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസറെ വെട്ടിക്കൊന്ന ഭർത്താവ് പുതിയ തെരുവിൽ അറസ്റ്റിൽ. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പലിയേരി ദിവ്യശ്രീയെയാണ് പ്രതിയായ ഭർത്താവ് രാജേഷ് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊന്നത്. രാത്രി 8 മണിക്ക് പുതിയ തെരുവിൽ വെച്ചാണ് പ്രതി വളവട്ടണം പോലീസിന്റെ പിടിയിലായത്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പുതിയ തെരുവിലുണ്ടെന്ന് വ്യക്തമായത്. ഇതേ തുടർന്ന് വളവട്ടണം പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പലിയേരി ദിവ്യശ്രീയെയാണ് പ്രതിയായ ഭർത്താവ് രാജേഷ് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊന്നത്. കഴുത്തിനും കൈകൾക്കും ആഴത്തിൽ വെട്ടേറ്റ ദിവ്യശ്രീ മരണമടയുകയായിരുന്നു. മകളെ ആക്രമിക്കുന്നത് തടഞ്ഞ ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനും കൈക്കും ദേഹത്തും മാരകമായി വെട്ടേറ്റു. ഇയാൾ ചാലയിലെ BHM ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് ദിവ്യശ്രീ വീട്ടിലെത്തിയത്. കൊല നടന്ന ദിവസമായ വ്യാഴാഴ്ച കണ്ണൂർ കുടുംബ കോടതി ദിവ്യശ്രീയുടെയും രാജേഷിൻ്റെയും വിവാഹമോചന കേസ് പരിഗണിച്ചിരുന്നു. നേരത്തെയും ദിവ്യശ്രീയുടെ വീട്ടിലെത്തി രാജേഷ് വഴക്കുണ്ടാക്കിയിരുന്നു. ഇതു സംബന്ധിച്ച് പോലീസ് കേസുണ്ട്. കുടുംബ കോടതിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമാണ് രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിൽ ഒരു കുപ്പി പെട്രോളും കൊടുവാളുമായി ബൈക്കിലെത്തിയത്. വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഇയാൾ ദിവ്യശ്രീയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയവിവാഹിതരാണ് രാജേഷും ദിവ്യശ്രീയും. റിട്ടയർഡ് മിലിറ്ററി ഇന്റലിജൻസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ദിവ്യശ്രീയുടെ പിതാവ് വാസു. പരേതയായ റിട്ടയർഡ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ പാറുവാണ് ദിവ്യശ്രീയുടെ മാതാവ്. ചെറുപുഴ SBI ജീവനക്കാരിയായ പ്രഭിതിയാണ് സഹോദരി. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു മകൻ രാജേഷ് ദിവ്യശ്രീ ദമ്പതികൾക്കുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.